നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കേരള രാജ്യത്തിലെ ചില സവിശേഷ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കേരള രാജ്യം കണ്ടാൽ മംഗളം എന്ന പേരിൽ പറയപ്പെട്ടു. അത് ശ്രീനാരായണ ഗുരുദേവനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അതിൻ്റെ പേരിൽ ഒട്ടേറെ അഭിമാനിക്കുന്നവരാണ് എന്ന രാജ്യത്തെ പൗരജനങ്ങളും എല്ലാവരും. അപ്പോൾ അവിടെ നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ടീച്ചിങ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ചില വിശേഷങ്ങളാണ് ഞാൻ പോകുന്നത്. ഒന്നാമത്, നമുക്ക് ഇനി വേണ്ടത് ക്ഷേത്രങ്ങളല്ല, വിദ്യാലയങ്ങളാണ്. അങ്ങനെ പറഞ്ഞത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു. അതിൻ്റെ കടയ്ക്കൽ കത്തിവെച്ച ഒരു പ്രസിഡൻ്റ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുതിയ ക്ഷേത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിച്ച് ചില കള്ളങ്ങളെല്ലാം ജനങ്ങളെ വിശ്വസിപ്പിച്ച് സ്വപ്നം കാണൽ, കുളത്തിൽ വിഗ്രഹം കിടക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം അത് സാധിച്ചെടുത്തു. 13 കരകളിലായി എൻ്റെ അന്വേഷണം അനുസരിച്ച് 65 ആരാധനാലയങ്ങളുണ്ട്. ചിലത് കുടുംബക്ഷേത്രങ്ങളാണ്. അവയിൽ ബഹുഭൂരിപക്ഷവും SNDP യോഗം നടത്തുന്നവയാണ്. അതിനു പുറമെയാണ് തലസ്ഥാനത്ത് വളരെ പ്രസിദ്ധമായ അമ്പലമുള്ളത്. അതും പോരാഞ്ഞിട്ടാണ് ഒരു അമ്പല സമുച്ചയത്തിൻ്റെ ഉള്ളിലേക്ക്, ആരാധനാലയ സമുച്ചയത്തിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി ചെന്ന ഒരെണ്ണം കൂടി സ്ഥാപിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇനി അമ്പലങ്ങളല്ല നമുക്ക് വേണ്ടത്, വിദ്യാലയങ്ങളാണ് എന്ന് പറഞ്ഞത് അവരനുസരിച്ചോ? രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. കരി എന്നാൽ ആന, കരിമരുന്ന് പറയേണ്ടതുമില്ല. ഇത് രണ്ടും അവിടെയുണ്ട്. കരിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു പന്തൽ അവിടെ ഉണ്ടാക്കി. കരിപ്പന്തൽ എന്നല്ല അതിൻ്റെ പേര്, ആനപ്പന്തൽ. എന്തൊരു പ്രൗഢിയോടുകൂടിയാണ് അതവിടെ നിൽക്കുന്നത്. 4 ആന ചെന്നാൽ മുകളിൽ മുട്ടാൻ പറ്റത്തില്ല. അങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ടീച്ചിങ്ങും ആ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലും എന്ന രാജ്യം പലതുപോലെ സാധിച്ചെടുത്തു. ശ്രീനാരായണൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു. തൻ്റെ ക്ഷേത്രത്തിലേക്ക്, താൻ സ്ഥാപിച്ച ക്ഷേത്രത്തിലേക്ക് ഒരു ശാന്തിയെ വേണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്നൊരാൾ പറഞ്ഞു, പോറ്റിയെ വരുത്തിയാലോ എന്ന്. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ എന്താണ്? പോറ്റിയെ വരുത്തിയാൽ പോയതെല്ലാം തിരിച്ചു വരുമെന്നാണ്. പോറ്റിയെ വരുത്തിയാലേ ഈ പ്രശ്നമുള്ളൂ എന്ന് മനസ്സിലാക്കിയ കേരള യുവരാജാക്കന്മാർ എന്തു ചെയ്തു? അവർ ചെന്നൈയിൽ നിന്നും അതുപോലെ കർണാടകത്തിൽ നിന്നും എല്ലാം സാക്ഷാൽ ബ്രാഹ്മണനെ തന്നെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് മുമ്പിൽ വെച്ച് അവരുടെ യാഗങ്ങളെല്ലാം നടത്തി. ആ ബ്രാഹ്മണൻ പറഞ്ഞതുപോലെ സാഷ്ടാംഗ പ്രണാമം നടത്തി. ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അടുത്തത്, മൂന്നാമത്തെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, പോയതെല്ലാം തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലോ. 4മത്തത്, വിദ്യാഭ്യാസം ചെയ്ത് സ്വതന്ത്രരാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന രാജ്യത്ത്, എന്ന തലസ്ഥാനത്ത് 3 വിദ്യാലയങ്ങളുണ്ട്. ആ 3 വിദ്യാലയങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് സംയോജകൻ പ്രഖ്യാപിച്ചു, കുട്ടികൾ 3-4 ദിവസം സ്കൂളിൽ പോയാലും കുഴപ്പമില്ല. അത് ജനങ്ങളെ ഏറ്റുപിടിക്കുകയാണ്. മറ്റൊന്ന്, ഈ യാഗം ആരംഭിച്ചത് മുതൽ അനൗപചാരികമായി തന്നെ ഒരു ആഘോഷ മൂഡിലായിരുന്നു ക്ഷേത്രവും പരിസരങ്ങളുമെല്ലാം. അങ്ങനെ കുട്ടികളുടെ പഠനത്തെ അലങ്കോലമാക്കുന്നതിന് ഈ കമ്മിറ്റി കാരണക്കാരായി. അവസാനത്തെ 6 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ മൈക്ക്
എല്ലാ സ്ഥലങ്ങളും കെട്ടിവെച്ചിട്ട് ഈ വിദ്യാലയങ്ങൾ നടത്താൻ സാധിക്കാത്ത സ്ഥിതി വന്നു. ഒരു കമ്മിറ്റിക്കാരൻ അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് പോലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠനം നടന്നില്ല. അവസാനം ആരോടും പറയാതെ 2 ദിവസം അവധി കൊടുത്തു. ഇവർക്ക് ആരാ അധികാരം കൊടുത്തത്? അവർ ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരം വാങ്ങിച്ചിട്ടുണ്ടോ? അതാണ് വിദ്യാഭ്യാസം ചെയ്ത് സ്വതന്ത്രരാകണം എന്ന് പറഞ്ഞ മഹാൻ്റെ പേരിൽ ഊറ്റം കൊടുന്ന ആളുകൾ ചെയ്തത്. അടുത്തത് സംഘടന കൊണ്ട് ശക്തരാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംഘടന കൊണ്ട് ശക്തരാകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളുകളിലെല്ലാം വലിയ മാന്യന്മാരായ ആളുകളെല്ലാം സംഘടനയുടെ ആളുകളായിട്ട് അവിടെയുണ്ട്, നേതാക്കന്മാരായിട്ട് അവിടെയുണ്ട്. അവർ 10,000 രൂപ ഇക്കാര്യത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതെ അനങ്ങാതെ എതിർപ്പില്ലാതെ കൊടുത്തു. എന്നാൽ അവരെതിർത്തൊരു കാര്യമുണ്ട്. അതെന്താ? 2018 പ്രളയം വന്നില്ലേ? പ്രളയം വന്നപ്പോൾ ഈ ഗവൺമെൻറ് പറഞ്ഞു, ഇന്നിരിക്കുന്നതിന് മുമ്പത്തെ ഗവൺമെൻറ്, രണ്ടും ഒരേ ഗവൺമെൻറ്റാണെന്ന് തന്നെ പറയാം. അവർ പറഞ്ഞു ഇച്ചിരി പൈസ ഇതിൻ്റെ ആവശ്യത്തിലേക്ക് തരണമെന്ന്. അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കി. ഈ സ്കൂളിലെ സംഘടനാ ഭാരവാഹികൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അറിയണം. സംഘടന കൊണ്ട് ശക്തരാവുകയല്ലേ അവർ ചെയ്തത്. അത് ആ ഓർഡർ കത്തിച്ച് കളയുക ചെയ്തത്. എന്തെങ്കിലും പണം കൊടുത്തോ? അപ്പോൾ സംഘടന കൊണ്ട് ശക്തരായി. ഇങ്ങനെ എല്ലാ ടീച്ചിങ്സിനെയും, ശ്രീനാരായണ ഗുരു പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഒന്നൊഴിയാതെ ലംഘിച്ച ഭരണസമിതികളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണസമിതി വളരെ തെറ്റായ കാര്യങ്ങളിലൂടെ പോവുകയും കഴിഞ്ഞ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു യുഗത്തെ വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം അന്ന് ശ്രീബുദ്ധൻ എതിർത്ത് അറുത്ത് കളഞ്ഞ സാധനമാണ്. അതിനെ ഇവർ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ആ വടം പൊട്ടിപ്പോകേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.